ആലപ്പുഴ ചേർത്തലയിലെ സെബാസ്റ്റ്യൻ ശരിക്കും ആരാണ്? 4 സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യനുള്ള പങ്ക് പൂർണ്ണമായി കണ്ടെത്താൻ ഇനിയും അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ കൊല്ലപ്പെട്ട കേസിൽ മാത്രമാണ് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. ബിന്ദു പത്മനാഭൻ തിരോധാന കേസും കൊലക്കേസായി പരിഗണിക്കാൻ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ചേർത്തല സ്വദേശിനികളായ ഐഷ, സിന്ധു എന്നിവരുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യൻ തന്നെയാണ് സംശയനിഴലിൽ. വൃദ്ധനും രോഗിയുമായിട്ടും എങ്ങനെയാണ് സെബാസ്റ്റ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുന്നത്? മറ്റാരെങ്കിലും തുണയ്ക്കുമെന്നതാണോ സെബാസ്റ്റ്യന്റെ ധൈര്യത്തിന് കാരണം? തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന തെളിവുകളാണ് ന്യൂസ് 18 അന്വേഷണത്തിൽ ലഭിച്ചത്. ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ചേർത്തലയിലെ സ്ത്രീകളുടെ കൊലപാതകത്തിലും തിരോധാനത്തിലും ദുരൂഹത ഉയർത്തുന്ന കൂടുതൽ സ്ഥലങ്ങളുള്ളതായി കണ്ടെത്തൽ. പ്രതി സെബാസ്റ്റ്യൻ സ്ഥിരമായി വന്നുപോയിരുന്ന വേളൂർവട്ടത്തെ ഭൂമിയും സംശയനിഴലിലാണ്. ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരെ കാണാതായ കാലഘട്ടങ്ങളിൽ ഈ സ്ഥലം ദീർഘകാലം സെബാസ്റ്റ്യൻ കൈവശം വെച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. റോസമ്മയുടെ പുരയിടത്തിലേതിന് സമാനമായി JCB ഉപയോഗിച്ച് ഭൂമി കുഴിക്കൽ ഉൾപ്പെടെ സെബാസ്റ്റ്യൻ ഇവിടെ നടത്തിയിട്ടുള്ളതായി ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിലും സ്ഥിരീകരിച്ചു. ബിന്ദു പത്മനാഭൻ, ഐഷ തിരോധാനങ്ങളുമായി ബന്ധപ്പെട്ട മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താനാവാതെ അന്വേഷണ സംഘം കുഴയുകയാണ്. അതിനിടയിലാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പുതിയ ദുരൂഹതകൾ നിറഞ്ഞ ഇടങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്റെ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചേർത്തല വേളൂർവട്ടം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പുരയിടമാണ്. അത് വർഷങ്ങളായി സെബാസ്റ്റ്യൻ തന്റേതെന്ന പേരിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിനടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 2006 ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു. 2017 ബിന്ദു പത്മനാഭന്റെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതായത് 2006 മുതൽ 2017 വരെയുള്ള കാലയളവിൽ 2013 ഐഷയും കാണാതാവുന്നു. ഈ കാലയളവിൽ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചു എന്ന് നാട്ടുകാർ കൂടി സ്ഥിരീകരിക്കുന്ന, അയാൾക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നാട്ടുകാർ കൂടി നമ്മളോട് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വേളൂർവട്ടം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ഭൂമി സെബാസ്റ്റ്യൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാളുടെ സ്ഥിര സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് പരിസരവാസിയായ വീട്ടമ്മ നമ്മളോട് സ്ഥിരീകരിച്ചു. ഫോട്ടോ കണ്ടപ്പോൾ അതിലൂടെ വന്നതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. റോസമ്മയുടെ പുരയിടത്തിൽ കൈകാര്യം ചെയ്തതുപോലെ തന്നെ സെബാസ്റ്റ്യൻ ഈ പുരയിടത്തിലും JCB ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ പുരയിടത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടും ഒപ്പം തന്നെ അതിലെ ആ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളും എല്ലാം ഉപയോഗിച്ചിരുന്നത് കൊണ്ടുപോയിരുന്നത് സെബാസ്റ്റ്യനാണ്. മാത്രമല്ല, അവിടെ കുഴികൾ എടുത്തിരുന്നു. ഒപ്പം തന്നെ മണ്ണ് അയാൾ ആ പരിസരത്തുള്ള താല്പര്യക്കാർക്ക് അയാൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ നിരവധി ദുരൂഹതകൾ ആ കോമ്പൗണ്ടിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളത് പരിസരവാസികളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ പ്രോപ്പർട്ടിയാ? വീടില്ലല്ലോ ഇപ്പൊ വിളിച്ചാ? ചെറിയ വീടില്ല, അതൊന്നും അല്ല ചേട്ടാ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇയാളെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ആയിരുന്നു അത്? അല്ലല്ല, പിന്നെ ഇയാൾ ഇത്ര അധികാരം അവന്റെ സ്വന്തം ബന്ധുവാണെന്ന് പറഞ്ഞാൽ വരുന്നത്. അത് വിൽക്കാനായിട്ട് ഇവിടെ പലരും ജമി ചോദിച്ചാൽ കൊടുക്കുന്നില്ലെന്നോ. ഇവിടെ വന്ന് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ വീട് വെള്ളിയാളത്താണ്, അമേരിക്കയിലെ വേണ്ടി. അപ്പൊ അത് അവർ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഈ കേസിൽ അതായത് ജൈനമ്മ തിരോധാന കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് ഓട്ടോ ഡ്രൈവറായ മനോജാണ്. മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഈ പ്രോപ്പർട്ടി സെബാസ്റ്റ്യൻ്റെതാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ ഈ പ്രോപ്പർട്ടി കാണിച്ചു തരുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്ത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീ അവരുൾപ്പെടെ പറയുന്നത് സെബാസ്റ്റ്യൻ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഒപ്പം തന്നെ ഈ കോമ്പൗണ്ടിൽ ഒരു ദുരൂഹത നിറഞ്ഞൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൽ അയാൾ കൃത്യമായി അയാളുടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അവർ നമ്മളോട് പറയുന്നു. നേരത്തെ ഇവിടെ വന്ന് ഇതൊക്കെ ഇട്ടിട്ട് പോകുമായിരുന്നു. പുള്ളിയുടെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ പറയാം ഞങ്ങൾ സ്വന്തമാണ്, എന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നതൊക്കെ പറയുമായിരുന്നു. അല്ലാതെ
ഇതിനകത്ത് അവരതിനകത്ത് അവരുടെ പേരിലാകുന്നുള്ള ആരും കാണത്തില്ല. ഈ സ്ത്രീകൾ എവിടെ പോയി? അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ എവിടെ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ പള്ളിപ്പുറത്തെ അതിബുദ്ധിമാനായ ക്രിമിനലായ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ മാത്രമായിരിക്കില്ല മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ അത്രയധികം ആത്മവിശ്വാസം പുലർത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മറ്റിടങ്ങൾ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2006 കാലയളവ്, ബിന്ദുവിനെ കാണാതാവുന്ന 2006 കാലയളവ് മുതൽ ബിന്ദുവിനെ കാണാനില്ല എന്നുള്ള കേസും അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തുവെന്ന് ജനങ്ങൾ പുറത്തേക്കറിയുന്ന 2017 വരെയുള്ള കാലയളവിലും സെബാസ്റ്റ്യൻ ഈ വീട് തന്റേതായ എന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. 6 വർഷം മുൻപ് കാണാതായ കോഴിക്കോട് എലത്തൂർ സ്വദേശി വിജിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കുടുംബം കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇനി വിജിൽ തിരിച്ചെത്തില്ലെന്നറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും. വിജിലിന്റെ മൃതദേഹം സരോവരം പാർക്കിന് സമീപം ചതുപ്പിൽ താഴ്ത്തിയെന്നാണ് പിടിയിലായ സുഹൃത്തുക്കളുടെ മൊഴി. നിഖിൽ, ദീപേഷ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത്. അമിതമായി ലഹരി ഉപയോഗിച്ചതോടെ വിജിൽ മരിച്ചെന്നും തുടർന്ന് മൃതദേഹം ചതുപ്പിൽ താഴ്ത്തുകയായിരുന്നുവെന്നുമാണ് പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് എലത്തൂർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മാർച്ച് 24 കേസിനാസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിനെ അമിതമായി ലഹരി ഉപയോഗിച്ച ശേഷം അടുത്ത ദിവസം രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി. കോഴിക്കോട് സരോവരം പാർക്കിന് സമീപം ചതുപ്പിലാണ് ഇവർ വിജിലിന്റെ മൃതദേഹം താഴ്ത്തിയത്. വിജിലിനെ കാണാതായ ദിവസം കേസിലെ 1-ാം പ്രതിയായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിലും വിജിലും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും നിഖിലിനെ ചോദ്യം ചെയ്തതോടെയാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത്. നിഖിലിന് പുറമെ ഇവരുടെ സുഹൃത്ത് വേങ്ങേരി സ്വദേശി ദീപേഷും അറസ്റ്റിലായിട്ടുണ്ട്. കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. വിജിൽ മരിച്ചെന്ന് വ്യക്തമായതോടെ അച്ഛൻ വിജയന്റെയും അമ്മ വസന്തയുടെയും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ദുഃഖകരമായ വിരാമമാകുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് പ്രതികളെന്നതും കുടുംബത്തിന് ഞെട്ടലായി. മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയ ശേഷം 8 മാസങ്ങൾ പിന്നിടുമ്പോൾ സംഭവസ്ഥലത്തെത്തി എല്ലുകളെടുത്ത് കടലിലൊഴുക്കിയെന്നാണ് പ്രതികളുടെ മൊഴി. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. 6 മാസം മുമ്പ് കോഴിക്കോട് കമ്മീഷണർ നാരായണൻ വിജിലന്റെ തിരോധാന കേസ് അന്വേഷിക്കാൻ എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. മുൻപ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിയും പിന്നീട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രതികളെ കുടുക്കിയത്. എലത്തൂർ SI VT ഹരീഷ് കുമാർ, ASIമാരായ PK സുരേഷ്, C അജിത്, CPOമാരായ വൈശാഖ്, പ്രശാന്ത്, മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കോതമംഗലം ഊന്നുകല്ലിൽ സ്ത്രീയെ കൊന്ന് ആളൊഴിഞ്ഞ വീടിന്റെ മാലിന്യ ടാങ്കിൽ ഒളിപ്പിച്ച കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാണ്. നേര്യമംഗലത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന അടിമാലി സ്വദേശിയായ പ്രതി രാജേഷ് സംസ്ഥാനം വിട്ടതായാണ് സൂചന. അതേസമയം ഇയാളുടെ കാറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വേങ്ങൂർ സ്വദേശിനി ശാന്തയാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ആഭരണങ്ങളും പ്രതി കവർന്നിരുന്നു.
കഴിഞ്ഞ 22-ാം തീയതിയാണ് ഊന്നുകല്ലിലെ ആളൊഴിഞ്ഞ വീടിന്റെ മാലിന്യ ടാങ്കിൽ മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട വേങ്ങൂർ സ്വദേശിനി ശാന്തിയുടെ സുഹൃത്തായ അടിമാലി സ്വദേശി രാജേഷിന്റെ കാറിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. കാർ ഫോറൻസിക് വിഭാഗം വിശദമായി പരിശോധിച്ചു. സംഭവത്തിന് ശേഷം പ്രതി കാർ ആക്സസറീസ് കടയിൽ ഏൽപ്പിച്ച് മുങ്ങുകയായിരുന്നു. സീറ്റ് കവർ മാറ്റാനെന്ന് പറഞ്ഞാണ് കാർ ഇവിടെ ഏൽപ്പിച്ചത്. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രത്യേക അന്വേഷണ സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തിവരുന്നുണ്ട്. ശാന്തിയുടെ വസ്ത്രങ്ങളും കൊലപാതകത്തിന് പ്രതി ഉപയോഗിച്ച ആയുധവും കണ്ടെത്താനായിട്ടില്ല. ഇവ കണ്ടെത്തുന്നതിന് വീടിനു സമീപത്തെ തോട്ടിലും പരിസരത്തുമായി അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. 18-ന് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശാന്ത ധരിച്ചിരുന്നത് ചുരിദാറായിരുന്നു. മാലിന്യ സംഭരണിയിൽ കിടന്നിരുന്ന മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. 12 പവന്റെ സ്വർണ്ണാഭരണം ഇവർ അണിഞ്ഞിരുന്നതായാണ് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചത്. ഇതിൽ 9 പവന്റെ സ്വർണ്ണാഭരണം പ്രതി അടിമാലിയിൽ ജുവലറി പണി നടത്തുന്ന ഇതര സംസ്ഥാനക്കാർക്ക് വിൽക്കുകയും പകരം 3 പവന്റെ മാലയും 4 ലക്ഷത്തോളം രൂപയും വാങ്ങുകയും ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കോതമംഗലത്തെ ഹോട്ടലിൽ കുക്കായിരുന്ന രാജേഷ് തന്നെ തേടി കുറുപ്പംപടി പോലീസ് എത്തിയതറിഞ്ഞതോടെയാണ് മുങ്ങിയത്. ന്യൂസ് 18 കോതമംഗലം. തിരുവനന്തപുരത്ത് കടബാധ്യതയെ തുടർന്ന് പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തതിൽ CPM-നെതിരെ ആരോപണവുമായി കോൺഗ്രസ്. തിരുവനന്തപുരം ആര്യനാട് കോട്ടയ്ക്കകം വാർഡംഗം ശ്രീജ ആത്മഹത്യ ചെയ്തത് CPM നേതാക്കൾ അപമാനിച്ചതിനെ തുടർന്നാണെന്നാണ് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്കെതിരെ കുടുംബം പരാതി നൽകി. മരണകാരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പലരിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ കടം വാങ്ങിയ ശ്രീജയെ പുലർച്ചെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആസിഡ് കുടിച്ചായിരുന്നു മരണം. ശ്രീജയ്ക്കെതിരെ CPM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കുടുംബവും കോൺഗ്രസും ആരോപിക്കുന്നു. ഈ വിഷയം എവിടെ ഒരുമാതിരി മോശമായുള്ള രീതിയിൽ സംസാരിച്ച് ആ മനോവിഷമം കൊണ്ട് അവൾ ചെയ്തു. ഇതിനൊരു നടപടിയെടുക്കണം. പൊതുയോഗാരണ ജംഗ്ഷനിൽ ഇത്രയും ജനങ്ങൾ CPM-ന്റെ ആൾക്കാർ സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി CPM മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് CPM. അധിക്ഷേപിക്കുക, എന്നിട്ട് അവരെ കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക. അതിൽ മനംനൊന്താണ് അവർ ആത്മഹത്യ. ആരോപണങ്ങൾ നിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും പറഞ്ഞു. കടം വാങ്ങിയ തുക തിരികെ ആവശ്യപ്പെട്ട നിരവധി ആളുകൾ പഞ്ചായത്ത് ഓഫീസിലെത്തിയിരുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ കടം തീർക്കാൻ കോൺഗ്രസ് മുൻകൈയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരമെന്നും CPM. നേരത്തെ ഇവർ പൈസ കൊടുക്കും. ഇത് ആളുടെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത രീതിയിലൊരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. ഇനി അതിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാടാണ് ഇപ്പോൾ നമുക്കുണ്ടായിരുന്നത്. നേരത്തെ രണ്ടുപേരിലും അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു. രണ്ടിലും ഒരു ജീവനും അല്ലെങ്കിൽ ഒരു ആപത്തും ഉണ്ടാവരുതെന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അതനുസരിച്ച് നമ്മൾ പരമാവധി ഇടപെടുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കടം പെരുകിയതോടെ കുറച്ചുനാൾ ശ്രീജ വീട് വിട്ട് മാറി നിന്നിരുന്നു. ആ സമയത്തും ഇവർക്കെതിരെ CPM-ന്റെ പ്രതിഷേധവും പ്രചാരണവും ഉണ്ടായിരുന്നു. ആശുപത്രിക്ക് മുന്നിലും ആര്യനാട് പോലീസ് സ്റ്റേഷനിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ അരുവിക്കര MLA G. സ്റ്റീഫനെ തടഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിഷേധമുണ്ടായി. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം വളാഞ്ചേരിയിൽ ഭിന്നശേഷിയുള്ള യുവതിയുടെ കയ്യിൽ
അധ്യാപിക ചൂടുവെള്ളമൊഴിച്ച് പൊള്ളിച്ചതായി പരാതി. വലിയകുന്നിൽ പ്രവർത്തിക്കുന്ന പുനർജനിയിലെ അധ്യാപികയ്ക്കെതിരെ 25-കാരി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പരാതിപ്പെട്ടപ്പോൾ അധിക്ഷേപിച്ചതായി യുവതിയുടെ ബന്ധുക്കളും ആരോപിച്ചു. അതേസമയം സ്ഥാപനത്തിൽ നിന്ന് പൊള്ളലേറ്റിട്ടില്ലെന്ന് അധ്യാപിക പറയുന്നു. പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം വളാഞ്ചേരി വലിയകുന്നിൽ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന പുനർജനി എന്ന സ്ഥാപനത്തിനെതിരെയാണ് എടയൂർ സ്വദേശിനിയായ 25-കാരി പരാതി നൽകിയത്. കൈത്തണ്ടയിൽ ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചെന്നാണ് പരാതി. പെൺകുട്ടിയുടെ കൈത്തണ്ടയിൽ പൊള്ളലേറ്റ മുറിവുമുണ്ട്. കഴിഞ്ഞ 8-ാം തീയതി പുനർജനിയിൽ നിന്ന് യുവതി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് പൊള്ളലേറ്റതായി കണ്ടത്. ഇത് ചോദിച്ചപ്പോൾ ആദ്യം പന്ത് തട്ടിയതാണെന്നും പിന്നീട് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അധ്യാപിക ചൂടുവെള്ളം ഒഴിച്ചതാണെന്നും പെൺകുട്ടി മാതാവിനോട് പറഞ്ഞു. ടീച്ചർ എന്താ കാട്ടി? വെള്ളം വെച്ചാ എങ്ങനെ വെള്ളം ഒഴിക്കുക? പൂജന്ന് സ്കൂളിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ സംഭവിച്ചതാകാമെന്നാണ് അധ്യാപകർ യുവതിയുടെ മാതാവിനോട് പറഞ്ഞത്. പിന്നീട് സ്കൂളിലേക്ക് രക്ഷിതാക്കളുടെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചതായും മാതാവ് പറയുന്നു. മേഡം എന്താ പറഞ്ഞ നമ്മളെ ഫുള്ള് വേണ്ടാത്ത വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാക്കി. ഇനി വരണ്ട, ഞങ്ങൾക്ക് റിസ്ക് എടുത്തിട്ട് കുട്ടീനെ നോക്കാൻ പറ്റില്ല. അതെ, 1000 രൂപ. പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് 200 രൂപ ദിവസം വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. ഉണ്ട്. അവരും തന്നെ ഓർക്കും ഈ മേഡത്തിൻ്റെ ചീത്ത എന്തെങ്കിലും ഒന്ന് നമ്മൾ കുട്ടികളെ പറ്റി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ചീത്ത പറഞ്ഞ് മീറ്റിംഗ് വെച്ചിട്ട് ഇതേപോലെ വർത്താനം പറഞ്ഞ് നമ്മളെ കുട്ടികളെയും ഏറ്റവും പറഞ്ഞേക്കും വീട്ടിൽ. അങ്ങനെ ഉണ്ടായിട്ട് 3-4 സംഭവം. ഇക്കാര്യത്തിൽ പുനർജനിയിലെ അധ്യാപികയുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരിക്കലും സ്കൂളിൽ നിന്ന് സംഭവിച്ചതല്ലെന്നും വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ അന്തേവാസികളെയും പരിപാലിക്കുന്നതെന്നുമായിരുന്നു മറുപടി. മറ്റു രീതിയിൽ സംഭവിച്ചതാണെന്നാണ് യുവതി പറഞ്ഞതെന്നും അധ്യാപിക വ്യക്തമാക്കി. ഭിന്നശേഷി സംഘടനയായ പരിവാർ പുനർജനിയെ പൂട്ടിക്കാൻ ശ്രമിക്കുന്നതായും അധ്യാപിക ആരോപിക്കുന്നുണ്ട്. നമുക്ക് വെള്ളം പുറത്ത് തന്നിട്ടാണ്, ഇത് ആറി തണുപ്പിച്ച് പുറത്ത് കൊടുത്ത വെള്ളമാണ്, ഡൈനിങ് ടേബിളിൽ വെക്കുന്ന സാധനമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറ്. പിന്നെ നമ്മളിവിടെ കെയറിങ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം കെയർ ചെയ്യുന്നൊരു സ്ഥലമാണിത് കുട്ടികളെ. കാരണം എനിക്ക് 20-21 വയസ്സായ ഒരു മോൻ എനിക്കുണ്ട്. അതിന്റെ പേരിൽ എന്റെ കുട്ടിക്ക് കിട്ടാത്ത കാര്യം മറ്റുള്ള മക്കൾക്ക് കിട്ടണമെന്ന് പറഞ്ഞത് തുടങ്ങിയ ഒരു സെന്ററാണ് ഞാനിത്. പിന്നെ ഇതിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും 24 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്, ട്രസ്റ്റ് മെമ്പർ. അപ്പൊ അത്തരത്തിൽ ഞങ്ങളിത് അത്രയ്ക്കും ആത്മാർത്ഥമായി നടത്തുന്ന ഒരു സെന്ററാണ്. ഇതിനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. യുവതി ഭിന്നശേഷിക്കാരിയായതിനാൽ സംഭവം വിവരിക്കുന്നതിൽ വൈരുദ്ധ്യമുണ്ടാകുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരൂർ. പന്തളത്ത് മദ്യലഹരിയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അടിപിടിയിൽ ഒരാൾക്ക് കുത്തേറ്റു. പന്തളം മുട്ടാർ കുരീക്കാവ് സ്വദേശി അജിലിനെയാണ് സഹോദരൻ അഖില് കുത്തി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായ പരിക്ക് പറ്റിയ അജിലിനെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സഹോദരൻ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച രാത്രി 12 മണിയോടുകൂടി അഖിൽ കൂട്ടുകാരനുമൊത്ത് മദ്യവെച്ച് വീട്ടിലെത്തി. സഹോദരൻ അജിൽ ഇത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. ഇരുവരും തമ്മിൽ പരസ്പരം വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് അജിലിനെ കയ്യിൽ കിട്ടിയ കത്രിക ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു.
വയറ്റിൽ കുത്തേറ്റ് ഗുരുതരമായി പരിക്ക് പറ്റിയ അജിലിനെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി അജിലിനെ രാത്രി തന്നെ പന്തളം പോലീസ് കസ്റ്റഡിയെടുത്തു. സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുന്ന ആളാണ് അഖിലെന്ന് പോലീസ് പറഞ്ഞു. നിരവധി കേസുകളിൽ പ്രതിയാണ് അഖിൽ. ന്യൂസ് 18 പത്തനംതിട്ട. ആലപ്പുഴ ചേർത്തലയിൽ കിടപ്പ് രോഗിയായ അച്ഛനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഇരട്ടകളായ മക്കൾ അറസ്റ്റിലായിരിക്കുകയാണ്. പട്ടണക്കാട് സ്വദേശികളായ അഖിൽ ചന്ദ്രൻ, നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. അഖിൽ പിതാവിനെ തലക്കടിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിഖിലാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഞായറാഴ്ച രാത്രി 10:30യോടെയാണ് സംഭവം. അഖിൽ പിതാവും കിടപ്പ് രോഗിയുമായ ചന്ദ്രശേഖരൻ നായരെ മടിയിലിരുത്തിയ ശേഷം ക്രൂരമായി ഉപദ്രവിക്കുകയായിരുന്നു. അമ്മയെ നോക്കി നിർത്തി പിതാവിനെ പിടിച്ചുലച്ച ശേഷം തലക്കടിക്കുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. അച്ഛനെ അഖിൽ ഉപദ്രവിക്കുമ്പോൾ നിഖിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. അക്രമത്തെ ചിരിച്ചുകൊണ്ട് അയാൾ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഈ പ്രശ്നം ഞാൻ വിട്ടേ ഞാൻ വിടും. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. സ്വന്തമായി ഒന്നിരിക്കാൻ പോലും കഴിയാത്ത ആളാണ് ചന്ദ്രശേഖരൻ നായർ. കിടപ്പ് രോഗിയായി ശരീരമാകെ ക്ഷീണിച്ച അവസ്ഥയിലുള്ള പിതാവിനെയാണ് അമ്മയുടെ മുൻപിൽ വെച്ച് മർദ്ദിച്ചത്. 2 വർഷങ്ങൾക്ക് മുമ്പും പിതാവിനെ ആക്രമിച്ചതിന് ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അക്രമ ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള മൂത്ത സഹോദരനും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തതോടെയാണ് പോലീസിന് ലഭ്യമായത്. അതോടെ ഒളിവിൽ പോയ പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇരുവരും സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരാണ്. ന്യൂസ് 18 ആലപ്പുഴ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ വീടടിച്ചു തകർക്കുകയും വീട്ടിലുള്ള സ്ത്രീകളെ ആക്രമിക്കുകയും ചെയ്ത 4 പേരെ കൊല്ലം കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ഉമേനല്ലൂർ സ്വദേശികളായ അനസ്, അജ്മൽ, ഷിഹാൻ, ദിൽഷാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. പ്രതികൾ മാരകായുധങ്ങളുമായി എത്തുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊല്ലം ഉമയന്നല്ലൂർ സ്വദേശി ഷാഹുൽ ഹമീദിന്റെ വീടാണ് 4-അംഗ സംഘം മാരകായുധങ്ങളുമായി എത്തി അടിച്ചു തകർത്തത്. സംഭവത്തിൽ ഉമയന്നല്ലൂർ സ്വദേശികളായ അനസ്, അജ്മൽ, ഷിഹാൻ, ദിൽഷാദ് എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: 5 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഷാഫിയുമായി ഉണ്ടായ വ്യക്തിവിരോധമാണ് ആക്രമണത്തിന് കാരണം. ലഹരിക്ക് അടിമകളായ പ്രതികൾ മുമ്പ് പേരയം യുവസംഗമം ക്ലബിന് മുന്നിൽ വെച്ച് മുഹമ്മദ് ഷാഫിയെ ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പ്രതികളുടെ വീട്ടിൽ ആരോ അന്വേഷിച്ചു ചെന്നു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. മുഹമ്മദ് ഷാഫി പറഞ്ഞുവിട്ട ആളുകളാണ് തങ്ങളെ അന്വേഷിച്ചെത്തിയതെന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറയുന്നു. വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയും കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുകയും ചെയ്ത പ്രതികൾ മുഹമ്മദ് ഷാഫിയുടെ സഹോദരി രഹ്നയെ മർദ്ദിച്ചു. വണ്ടി 2 ബൈക്കിനകത്തായിട്ട് വന്നിറങ്ങി ഞാൻ കതക് പിടിച്ച് ഇങ്ങനെ അടച്ച് ഒരു ലോക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവിടുന്ന് ചവിട്ടാൻ തുടങ്ങി. അപ്പം ചവിട്ടിയതിന് ശേഷം ബഹളം കേട്ടുകൊണ്ട് എൻ്റെ സഹോദരൻ റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു.
അപ്പോൾ സഹോദരനെ ഞാൻ ഇവർ കുത്തും, ഒരു കമ്പി കൊണ്ടുപോയി, എൻ്റെ കയ്യിലൊരു കമ്പിയും തടിയൊക്കെ ഉണ്ടായിരുന്നു, ഇവർ കുത്തി കൊല്ലുമെന്നും പറഞ്ഞാൽ വന്നത്. ഈ ബഹളം കേട്ടിക്ക അടുക്കള വശം വഴി ഇറങ്ങി രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രതിരോധിച്ച് നിന്നെങ്കിലും ഇവർ ജനലെല്ലാം അടിച്ച് പൊട്ടിച്ചതിന് ശേഷം ഈ വാതിൽ ചവിട്ട് തുറന്ന് അകത്ത് കയറി ഇക്കാലത്ത് തിരക്കിയപ്പോൾ കണ്ടില്ല. ആ ദേഷ്യത്തിന് എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു, അടിച്ച് ഒരുപാട് ചീത്ത വിളിച്ചു. വീട്ടിലുണ്ടായിരുന്ന മുഹമ്മദ് ഷാഫി ഈ സമയം പിൻവശത്തെ വാതിലിലൂടെ ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. സമീപവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കൊട്ടിയം പോലീസിന് നേരെയും പ്രതികൾ അക്രമത്തിന് മുതിർന്നു. ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചന്റെ നിർദ്ദേശപ്രകാരം കൊട്ടിയം SHO പ്രദീപ് കുമാറും SI നിധിൻ നളനും അടങ്ങുന്ന കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതികളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. നിസ്സാര കുറ്റങ്ങൾക്ക് പോലും പോലീസ് പിഴ ചുമത്തുന്നുവെന്ന ആരോപണങ്ങൾ വ്യാപകമാണ്. എന്നാൽ വേലി തന്നെ വിളവ് തിന്നാലോ? പെറ്റി കേസുകളുടെ കണക്കിൽ തട്ടിപ്പ് നടത്തി ലക്ഷങ്ങൾ തട്ടിയ പോലീസ് ഉദ്യോഗസ്ഥ എറണാകുളത്ത് അറസ്റ്റിലായിരിക്കുകയാണ്. മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ റൈറ്ററായിരുന്ന ശാന്തി കൃഷ്ണനാണ് അറസ്റ്റിലായത്. പോലീസിന്റെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. മൂവാറ്റുപുഴ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് രസീതുകളിലും ബാങ്കിലടയ്ക്കുന്ന തുകകളിലും കൃത്രിമം കാട്ടി 16 ലക്ഷത്തോളം രൂപയാണ് ശാന്തികൃഷ്ണൻ തട്ടിയെടുത്തത്. ഇതിനെ തുടർന്ന് റൂറൽ SPയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ശാന്തികൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനിടെ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചു. ഇരു കോടതികളും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുള്ള സമയത്തും സ്വന്തം വീട്ടിൽ നിന്നും ശാന്തികൃഷ്ണൻ മാറി നിന്നിരുന്നു. കിടങ്ങൂരിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ നിന്നുമാണ് മൂവാറ്റുപുഴ DYSP PM ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ശാന്തികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. മൂവാറ്റുപുഴ DYSP ഓഫീസിലെത്തിച്ച പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു. തുടർന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ശാന്തികൃഷ്ണന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ADGP MR അജിത് കുമാറിന് ഹൈക്കോടതിയുടെ വിമർശനം. കീഴുദ്യോഗസ്ഥൻ ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായില്ലെന്നും ഹൈക്കോടതി ജഡ്ജിക്കെതിരെയുള്ള അന്വേഷണം ജില്ലാ കോടതി ജഡ്ജി നടത്തുന്നത് പോലെയാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതിയുടെ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ ADGP MR അജിത് കുമാർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. MR അജിത് കുമാറിനെതിരെ ആരാണ് അന്വേഷണം നടത്തിയതെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥനാണോ അതോ ജൂനിയർ ഉദ്യോഗസ്ഥനാണോ അന്വേഷിച്ചത്? ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികത ഇല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഹൈക്കോടതി ജഡ്ജിക്കെതിരെ രജിസ്ട്രാർ അന്വേഷണം നടത്തിയാൽ എങ്ങനെയിരിക്കുമെന്ന് കോടതി വാക്കാൽ പരാമർശിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. പാലിച്ചിട്ടില്ല എന്ന് അജിത് കുമാർ മറുപടി നൽകി. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചതായി കാണുന്നില്ലെന്ന് കോടതിയും പറഞ്ഞു. PC ആക്ടിലെ സെക്ഷൻ 70 പ്രകാരം സർക്കാരിന്റെ അപ്രൂവൽ ആവശ്യമാണെന്ന് കോടതി വ്യക്തമാക്കി. തുടർന്ന് ഇക്കാര്യത്തിലടക്കം വിശദീകരണം നൽകാൻ PV അൻവറിനോട് കോടതി ആവശ്യപ്പെട്ടു.
കേസിൽ വിജിലൻസിനോടും ഹൈക്കോടതി മറുപടി തേടി. മുൻകൂർ അനുമതി വാങ്ങിയാണോ അന്വേഷണം നടത്തിയതെന്നും വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസെടുത്ത മജിസ്ട്രേറ്റ് കോടതി നടപടിയിൽ വീഴ്ചയെന്നും ഹൈക്കോടതി പറഞ്ഞു. വിജിലൻസ് കോടതിയുടെ നടപടിക്രമത്തിൽ നിയമപ്രശ്നമുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. വിജിലൻസ് കോടതി ഉത്തരവിലെ നിയമപ്രശ്നങ്ങളാണ് പരിശോധിക്കുന്നതെന്നും രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിശോധിക്കുകയല്ല കോടതിയുടെ ചുമതലയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെ ക്ലീൻ ചിറ്റ് തള്ളിയ വിജിലൻസ് കോടതിയുടെ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണോ എന്നതിൽ ഹൈക്കോടതി ബുധനാഴ്ച വിധി പറയും. ഒരു MLA മാധ്യമങ്ങളിലൂടെ നടത്തിയ പൊതു ആരോപണങ്ങൾ മാത്രമാണ് പരാതിയായി കോടതിയിലെത്തിയതെന്നും പരാതിക്ക് വിശ്വാസയോഗ്യമായ മറ്റ് തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് അജിത് കുമാറിന്റെ വാദം. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് കവർച്ചാശ്രമം. നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം കവർച്ച ഒഴിവായി. കാഞ്ഞങ്ങാട് പുല്ലൂരിലെ പൊതുപ്രവർത്തകനും പ്രവാസിയുമായ P. പത്മനാഭന്റെ വീട്ടിലാണ് ഹെൽമറ്റ്ധാരികളായ മോഷ്ടാക്കൾ എത്തിയത്. സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ സംഘങ്ങളെന്നാണ് പോലീസിന്റെ നിഗമനം. CCTVയിൽ മോഷ്ടാക്കൾ വാതിൽ തകർക്കുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. പുല്ലൂരിലെ പ്രവാസിയുടെ വീട്ടിൽ വാതിൽ പൊളിച്ചാണ് കവർച്ചാശ്രമം നടന്നത്. നാട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം കവർച്ച ഒഴിവായി. അബുദാബിയിൽ ജോലി ചെയ്യുന്നയാളും പൊതുപ്രവർത്തകനുമായ P. പത്മനാഭന്റെ പുല്ലൂരിലെ വീട്ടിലാണ് ഹെൽമറ്റ്ധാരികളായ 2 മോഷ്ടാക്കൾ എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. സംഭവ സമയത്ത് പത്മനാഭന്റെ ഭാര്യ സൗദാമിനി മാത്രമാണ് വീട്ടിലുണ്ടായത്. അവർ മുകളിലത്തെ മുറിയിലായിരുന്നു. താഴെ മുൻവാതിൽ കുത്തിപ്പൊളിക്കുന്ന ശബ്ദം കേട്ട് അമ്മയ്ക്കൊപ്പം ആശുപത്രിയിലായിരുന്ന ഭർത്താവ് പത്മനാഭനെ ഇവർ വിവരമറിയിക്കുകയായിരുന്നു. പത്മനാഭനിൽ നിന്ന് വിവരമറിഞ്ഞ് CPM മധുരമ്പാടി ബ്രാഞ്ച് സെക്രട്ടറി പ്രകാശനും സഹോദരൻ മോഹനും സ്ഥലത്തെത്തുമ്പോഴേക്കും മോഷ്ടാക്കൾ അകത്തുണ്ടായിരുന്നു. ഇരുവരും വീടിനകത്ത് കയറി പരിശോധിക്കുമ്പോഴേക്കും ഇവർ പിൻഭാഗത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത് സമീപത്തെ പറമ്പിലേക്ക് ഓടിമറഞ്ഞു. രണ്ട് ചെറുപ്പക്കാർ ശരിക്ക് ഹെൽമെറ്റ് വെച്ച് മാസ്ക് ധരിച്ച് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരു നീല ജീൻസും കറുത്ത ടീഷർട്ടും പിന്നെ നീല ജീൻസും ഒരു യെല്ലോ ടീഷർട്ടുമായിട്ട് 2 പേര് മതിൽ കയറിക്കൊണ്ട് വരികയും പിന്നെ ഒരു 15 മിനിറ്റോളം ഫ്രണ്ട് ഡോറ് മാക്സിമം എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ കുത്തി കൊടുക്കുക. അപ്പോൾ വൈഫ് മുകളിലുണ്ടായിരുന്നു, മുകളിലത്തെ പിന്നെ റൂമിലുണ്ടായിരുന്നു. സത്യത്തിൽ ഞാനിവിടെ വീട്ടിലുണ്ടായില്ല. ഞാൻ അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ പിന്നെ നീലേശ്വരം തേജസ്വിനി ഹോസ്പിറ്റലായിരുന്നു. വിളിച്ച് പറഞ്ഞിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റോഡ് പണിയുടെ ശബ്ദമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എന്തോ ഭാഗ്യവശാൽ പിന്നെ ഇവർ തൊട്ടടുത്തുള്ള കൃഷ്ണേട്ടനെയും പ്രകാശനെയും മറ്റൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പ്രകാശനും അവൻ്റെ ബ്രദറും ആദ്യം വന്നു. ആ വരുന്ന സമയത്ത് തന്നെ ഇവർക്ക് ആകെ 15 മിനിറ്റേ കിട്ടിയിട്ടുള്ളൂ. ഒരു റൂമിൽ കയറിയിട്ട് ഡ്രോവർ വലിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. ആ പേഴ്സിൽ കുറച്ച് ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തറ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളിൽ ഹെൽമറ്റ്ധാരികളായ 2 പേർ വാതിൽ തകർക്കുന്നതും ഗേറ്റ് ചാടിക്കടക്കുന്നതും പതിഞ്ഞിട്ടുണ്ട്. മോഷ്ടാക്കൾ ഇവിടെ നിന്ന് കവർന്ന 1.5 ലക്ഷത്തോളം രൂപയുടെ ദിർഹവും മോഷ്ടാക്കളുടെ ബാഗും ഉപേക്ഷിച്ച നിലയിൽ അടുക്കള ഭാഗത്ത് നിന്ന് കണ്ടെത്തി. കവർച്ചയ്ക്ക് പിന്നിൽ പ്രത്യേക പരിശീലനം ലഭിച്ചവരാണെന്നാണ് പോലീസിന്റെ സംശയം. സമയം നേരത്തെ തെരഞ്ഞെടുത്തത് കവർച്ചക്കാർക്കിടയിലുള്ള പുതിയ രീതിയാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ട് മുകൾ നിരയിലായിരുന്ന സൗദാമിനി താഴേക്ക് ഇറങ്ങി വരാതിരുന്നത് നല്ലതായി എന്ന വിലയിരുത്തലിലാണ് പോലീസ് സംഘം. അല്ലെങ്കിൽ ഇവർക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടായേനെ. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികൾക്കായി അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 1 മാസത്തിനിടെ മാത്രം ജില്ലയിലെ സമാന രീതിയിൽ
5 വീടുകളിൽ കവർച്ചയും കവർച്ചാ ശ്രമവും ഉണ്ടായിരുന്നു. ഇതേ സംഘമായിരിക്കാം ഇതിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ക്രിക്കറ്റ് ബാറ്റുകളിൽ ഒളിപ്പിച്ച് കടത്തിയ കഞ്ചാവ് പിടികൂടി. വിൽപ്പന നടത്താനെന്ന വ്യാജേന കൊണ്ടുവന്ന പ്ലാസ്റ്റിക് ബാറ്റുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വിവേക് എക്സ്പ്രസിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ സ്വദേശി റിബിഹുൽ ഹഖാണ് പിടിയിലായത്. ക്രിക്കറ്റ് ബാറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനും എക്സൈസിനും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. 16 ക്രിക്കറ്റ് ബാറ്റുകളിലായി 13.5 കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് ലഭ്യമായതെന്ന് റബീഹുൽ ഹക്ക് പോലീസിനെ അറിയിച്ചു. RPFിൻ്റെ ക്രൈം ഇൻ്റലിജൻസിൻ്റെ ടീമുകളും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നമ്മൾ ഈ ഓണത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു ബന്ധപ്പെട്ട് ഒരു സംയുക്തമായിട്ടുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്ത സമയത്താണ് ഈ പറയുന്ന ഈ ഒറീസ സംബന്ധിച്ച് നമ്മൾ പ്ലാറ്റ്ഫോം പിടികൂടുന്നതും കൂടുതൽ പരിശോധിച്ചപ്പോൾ ആ ബാഗിന് ഒരു പ്ലാസ്റ്റിക് ചാക്കിനുള്ളിൽ 16 ഈ പറഞ്ഞ ക്രിക്കറ്റ് ബാറ്റുകൾ കാണപ്പെട്ടു. ഇനി നമ്മൾ തുടർന്ന് ഇതിന് അകത്ത് പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ഇനിയിപ്പം തുറക്കണം. ഇത് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ കണക്കുള്ള ഈ പരിശോധന ഇനി വരും ദിവസങ്ങളിലും വരുന്ന എല്ലാ നോർത്ത് ഇന്ത്യൻ എല്ലാ വണ്ടികളിലും നമ്മൾ നടത്തുന്നതാണത്. വെസ്റ്റ് ബംഗാൾ മാൽഡ സ്വദേശിയാണ് റബീഹുൽ ഹക്ക്. ബാറ്റിന്റെ പിടിഭാഗം തുറന്നാണ് കഞ്ചാവ് നിറച്ചത്. തുടർന്ന് ആ ഭാഗം റെക്സിൻ ഉപയോഗിച്ച് കവർ ചെയ്തു. ചില ബാറ്റുകളുടെ അരികുഭാഗം കീറിയും കഞ്ചാവ് നിറച്ചിരുന്നു. സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് തുറന്ന ഭാഗം അടച്ച നിലയിലായിരുന്നു. കളിപ്പാട്ടം എന്ന വ്യാജേന കൊണ്ടുവന്ന ബാറ്റുകളുടെ ഭാരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. RPF ക്രൈം ഇന്റലിജൻസ് ഓഫീസർ ജിബിൻ, ഇൻസ്പെക്ടർ ദിലീപ് VT, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രൈസ് മാത്യു, ഫിലിപ്പ് ജോൺ, ഗിരികുമാർ, ഹെഡ് കോൺസ്റ്റബിൾ G വിപിൻ എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഓണം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ കണക്കിലെടുത്താണ് ലഹരി എത്തിച്ചതെന്നാണ് കണക്കുകൂട്ടൽ. വിവേക് എക്സ്പ്രസിൽ എത്തിയവരിൽ റബീഹുൽ ഹക്ക് മാത്രമാണോ പ്രതിയെന്നും RPF പരിശോധിച്ചു വരികയാണ്. ന്യൂസ് 18 ആലപ്പുഴ. പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധന തുടരുമ്പോഴും പല മാർഗങ്ങളിലൂടെ സംസ്ഥാനത്തേക്ക് ലഹരിക്കടത്ത് തുടരുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കഞ്ചാവുമായി 2 ഒഡീഷ സ്വദേശികളാണ് പിടിയിലായത്. ജാർഖണ്ഡിൽ നിന്നും കഞ്ചാവുമായി എത്തിയ 3 സ്ത്രീകളെ കൊല്ലത്ത് അറസ്റ്റ് ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3.5 കിലോയിലധികം കഞ്ചാവുമായി ഒഡീഷ സ്വദേശിയും പിടിയിലായിട്ടുണ്ട്. രണ്ടു കേസുകളിലായി 7 കിലോ കഞ്ചാവാണ് നെയ്യാറ്റിൻകരയിൽ എക്സൈസ് സംഘം പിടികൂടിയത്. ഒഡീഷ സ്വദേശികളായ അമിത് കുമാർ അഗർവാൾ, ധർമ്മ മാലിക് എന്നിവരാണ് പിടിയിലായത്. ട്രെയിൻ മാർഗം എത്തിയ ശേഷം KSRTC ബസ്സിൽ കേരളത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇവർ പിടിയിലായത്. അമിത് കുമാറിൽ നിന്ന് 4 കിലോ കഞ്ചാവും ധർമ്മ മാലിക്കിൽ നിന്ന് 3 കിലോ കഞ്ചാവുമാണ് പിടിച്ചത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ജാർഖണ്ഡ് സ്വദേശികളായ ശോഭകുമാരി, സവിതകുമാരി, മുനികുമാരി എന്നിവർ പിടിയിലായത്. റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ബാഗിൽ ഒളിപ്പിച്ച നിലയിൽ 23 കിലോ കഞ്ചാവ് കണ്ടെത്തി. തിരുവനന്തപുരത്ത് ഉണക്കമീൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഇവർ കൊല്ലത്ത് കച്ചവടത്തിനായാണ് കഞ്ചാവ് എത്തിച്ചത്. കോതമംഗലത്ത് 3.5 കിലോയിലധികം കഞ്ചാവുമായാണ് ഒരാൾ എക്സൈസിന്റെ പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വഗീസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കോഴിപ്പള്ളിയിൽ നിന്നാണ് ഒഡീഷ സ്വദേശി ഭിമോ ബിറോയെ പിടിച്ചത്.
ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ അംഗമാണ് പ്രതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ലൈംഗിക അതിക്രമ പരാതിയിൽ ചവറ കുടുംബ കോടതി ജഡ്ജി ഉദയകുമാറിന് സസ്പെൻഷൻ. ഹൈക്കോടതി അഡ്മിൻ കമ്മിറ്റിയാണ് ഉദയകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഇടുക്കി നെടുങ്കണ്ടം പുഷ്പകണ്ടത്ത എക്സൈസ് സംഘം വീണ്ടും കോട കണ്ടെത്തി നശിപ്പിച്ചു. ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് കന്നാസുകളിലായി സൂക്ഷിച്ച 270 ലിറ്റർ കോട കണ്ടെടുത്തത്.